welcome back to my channel. In today's video, we are going to discuss about phonics. ഫോണിക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഇപ്പോൾ സ്കൂളുകളിലും കുട്ടികൾക്ക് പഠിക്കുന്നതിലും ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് നമ്മൾ ഫോണിക്സ് ഫോളോ ചെയ്തല്ലായിരുന്നു പഠിച്ചത്, പക്ഷേ ഇന്ന് കുട്ടികൾ ഫോണിക്സ് പഠിച്ചിട്ടാണ് റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ ഫോണിക്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടെല്ലാമാണ് ഈ വീഡിയോ. ഫോണിക്സ് ഒരിക്കലും പഠിക്കാൻ ഒരു ടഫായിട്ടുള്ളൊരു കാര്യമേ അല്ല. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർക്കും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ ഫോണിക്സ്. അപ്പോൾ ആദ്യമേ തന്നെ ഫോണിക്സ് എന്താണെന്നൊന്ന് നോക്കാം. വാട്ട് ഈസ് ഫോണിക്സ്? ഫോണിക്സ് ഈസ് എ വേ ടു ലേൺ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. സിമ്പിളായിട്ടാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എഴുതാനും അതേപോലെ വായിക്കാനും എളുപ്പത്തിന് അത് പഠിക്കുന്നതിനുള്ളൊരു ടെക്നിക്കാണ് ഫോണിക്സ്. ഇറ്റ് ഹെൽപ്സ് യു ടു ക്രാക്ക് ദ കോഡ് ഓഫ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. റീഡിങ്ങിലും റൈറ്റിങ്ങിലും ഒരു കോഡുണ്ട്. അപ്പോൾ ആ ഒരു കോഡ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന, നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് ഫോണിക്സ്. ഇറ്റ് ഈസ് ലൈക്ക് എ കോഡ്. അപ്പോൾ ഇതും ഒരു കോഡ് പോലെ തന്നെയാണ്. ഒരു എക്സാമ്പിൾ എന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. സി മേക്സ് ക സൗണ്ട്. ഓക്കെ, സി എന്നുള്ള ആൽഫബറ്റ് നമ്മൾ ABCD എല്ലാവരും നന്നായി പഠിച്ചേക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സി എന്നുള്ള ആൽഫബറ്റ് ക എന്ന് പറയുന്ന സൗണ്ടാണ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം നോക്കിക്കേ, എ മേക്സ് ആ സൗണ്ട്. ഓക്കെ, അതേപോലെ ടി മേക്സ് ട് സൗണ്ട്. ഓക്കെ, ഇവിടെ വെൻ യു പുട്ട് ദം ടുഗെദർ യു ഗെറ്റ് ദ വേർഡ് ക്യാറ്റ്. ക സൗണ്ടും എ സൗണ്ടും ട് സൗണ്ടും. സി എന്നുള്ളതാണ് കൻ്റെ സൗണ്ട്, എ എന്നുള്ളതാണ് എ വെച്ചുള്ളതിൻ്റെ സൗണ്ട് എ, പിന്നെ ടീയുടെ സൗണ്ട് ട് എന്നാണ്. അപ്പോൾ ഇത് കൂട്ടി വായിക്കുമ്പോൾ ക്യാറ്റ് എന്നുള്ള വേർഡ് കിട്ടി. ഇതിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, സി എന്നുള്ളതിനെ സി എന്നല്ല പറയുന്നത്, അത് ക എന്നാണ് പറയുക. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോണിക്സിൽ വരുന്നത്. ഈസിയാണ്, ഇപ്പോഴേ ആരും ഡിസപ്പോയിൻറ്റഡ് ആവരുത്. വരുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈസി ആയിട്ടുള്ള വേർഡ്സ് വെച്ചിട്ടുള്ളതാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നോക്കിയേ, എ എന്നുള്ള ആൽഫബറ്റ് അല്ലേ, നമ്മളതിനെ എ എന്നാണ് കേട്ടോ, എ എന്നാണ് അതിനെ പറയേണ്ടത്. ആൽഫബറ്റിനെ എ എന്നാണ് വായിക്കുക. എ വെച്ചുള്ള രണ്ട് വേർഡ്സ് എവിടെയുണ്ട്? ആപ്പിൾ ആൻഡ്. കണ്ടോ, ആ എയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ആ എന്നുള്ള സൗണ്ടാണ് അല്ലേ, ആപ്പിൾ ആൻഡ്. ആ ഒരു എ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഇത് ആഷ് എന്ന് പറയുന്ന ഒരു സൗണ്ടാണ് അവിടെ ആക്ച്വലി യൂസ് ചെയ്തേക്കുന്നത്. ആഷ് എന്നാണ് അതിനെ പറയുക. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ആ ആഷിൻ്റെ എങ്ങനെയാണത് എഴുതുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അത് സാധാ പറയുന്ന പോലെ നമുക്കറിയുന്നതാണ് ആപ്പിൾ ആൻഡ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ബി എന്നുള്ള ആൽഫബറ്റിന് ബ സൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അതും ഈസിയാണ്. ബാറ്റ്, ബോൾ, ബാഗ്. അതേപോലെ എത്ര വേർഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. തന്നെ നമുക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേർഡ്സ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ദെൻ നെക്സ്റ്റ് വൺ സി എന്നുള്ള ആൽഫബറ്റാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. ക എന്നുള്ള സൗണ്ടാണ്. ശ്രദ്ധിച്ച് നോക്കിയേ, ക്യാറ്റ്, ക്യാൻഡിൽ, ക്യാരറ്റ്, കട്ട്, ക്യാച്ച്. ഇതെല്ലാനും സി വെച്ചാൽ തുടങ്ങിയേക്കുന്നത്. പക്ഷേ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്, ഏത് സൗണ്ടാണ്? ക സൗണ്ടാണ്, ക. ഓക്കെ, നെക്സ്റ്റ് വൺ ഡി എന്നുള്ള ആൽഫബറ്റാണ്. ഡ സൗണ്ടാണ്. അത് എളുപ്പമാണ്. ഡോഗ്, ഡോൾ, ഡാഡി, ഡെൻ. ഇതെല്ലാനും ഡ സൗണ്ടാണ്. ഡി എന്നുള്ള ആൽഫബറ്റാണ്, ഡ സൗണ്ടാണ്. പെട്ടെന്ന് കിട്ടും. നെക്സ്റ്റ് വൺ ആണ് ഇ എന്നുള്ള ആൽഫബറ്റ്. ഇ എന്നുള്ള ആൽഫബറ്റിൻ്റെ സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. എ സൗണ്ടാണ് അല്ലേ, എ. എലിഫൻറ്റ്, എഗ്, എനിമി, എൻജിൻ. നമ്മൾ മലയാളത്തിൽ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്തോ, എ. മലയാളത്തിലെ എൻ്റെ സൗണ്ടാണ് അല്ലേ ഇയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ആൽഫബറ്റ് എ പറഞ്ഞു, എ വെച്ചുള്ളത് ആപ്പിൾ, ആൻഡ്, ആ ഒരു അങ്ങനെയാണ് പോണത്. ഇത് നോക്കിയാൽ ഇ എന്നുള്ളത് എ സൗണ്ടിലാണ് പറയുന്നത് അല്ലേ. എലിഫൻറ്റ്, എഗ്, എനിമി, എൻജിൻ. കണ്ടോ, എ എന്നുള്ള സൗണ്ടാണ്. പക്ഷെ നമ്മൾ ഇ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എഫ് സൗണ്ടാണ് അല്ലേ. അതായത് ഫാൻ, ഫിഷ്, ഫിംഗർ,
ഫീറ്റ് എല്ലാത്തിലും ഫ് സൗണ്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആൽഫബറ്റ് ഏതാണ്? എഫ് ആണ്. എഫ് എന്ന് പറയുമ്പോൾ ഫ് സൗണ്ട്. നെക്സ്റ്റ് വൺ ജി. ജിയിൽ നോക്കിക്കേ, ജി വെച്ചിട്ട് ഇവിടെ എല്ലാനും ഗ സൗണ്ടാണ് യൂസ് ചെയ്തേക്കുന്നത് അല്ലേ? ഗോട്ട്, ഗേൾ, ഗിഫ്റ്റ്, ഗെറ്റ്. കണ്ടോ? ജി ആണ് ആൽഫബറ്റ്, ഓക്കെ. പക്ഷേ സൗണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ സൗണ്ടാണ്. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. നെക്സ്റ്റ് വൺ എയ്ച്ച്. കണ്ടോ? നമ്മളെപ്പോഴും എച്ച് എന്നാണ് പറയുക. ശരിക്കും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എയ്ച്ച് എന്നാണ് കേട്ടോ. എയ്ച്ച്. എയ്ച്ച് എന്ന് പറയുമ്പോൾ ഹ് സൗണ്ടാണ്. കണ്ടോ? എയ്ച്ചിന് ഹ് സൗണ്ടാണ്. ഹെൻ, ഹീറ്റ്, ഹോട്ട്, ഹിസ്, ഹിം, ഹെർ എല്ലാത്തിലും ഹ് എന്നുള്ള സൗണ്ട്. ഹാപ്പി, ഹാബിറ്റ്. ഓക്കെ, അവിടെ ഹ് സൗണ്ടാണ്. ഇതും നമുക്ക് എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഒരു സൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇതും അധികം ബുദ്ധിമുട്ടുണ്ടാവാതെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഐ. ഐ എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ ഐ വെച്ച് പറയാൻ നോക്കും, പക്ഷെ അങ്ങനെയല്ല. അത് ഐ വെച്ചുള്ള ഒരു സൗണ്ടിനേക്കാളും ഇ എന്നുള്ളതാണ്. ഫോണിക്സിൽ നമ്മൾ ഐ എന്ന് പറയുമ്പോൾ ഇ വെച്ച് കണക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഇങ്ക്, ഇൽ, ഇമേജ്, ഇൻ്റർനെറ്റ്. കണ്ടോ? എല്ലാം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഐ എന്നുള്ളൊരു ആൽഫബറ്റിലാണ്, പക്ഷേ സൗണ്ട് ഏതാണ്? ഇ സൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ആൽഫബറ്റ് ഇ കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക അത് എ സൗണ്ടാണ്. എലിഫൻറ്റ്, എഗ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പക്ഷേ ആൽഫബറ്റ് ഐ കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്? ഈ സൗണ്ടാണെന്ന് ഓർക്കുക. ഇങ്ക്, ഇമേജ്, ദെൻ ഇൻ്റർനെറ്റ്, ഇൽ, ഇങ്ക് ബോട്ടിൽ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. ദെൻ ജെയ്. ജെയ് എന്നാണ് കേട്ടോ പറയാം. ജെയ്. ജെ അല്ല, ജെയ്. കണ്ടോ? നമ്മൾ കുറേ ഉണ്ട് അങ്ങനെ. അപ്പോൾ നമ്മളിവിടെ ജെയ് എന്നുള്ള സൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിക്കാം. ജംപ്, ജെറ്റ്, ജഗ്, ജോയ്, ജീപ്പ് എല്ലാത്തിലും ജ് സൗണ്ടാണ്. അപ്പോൾ ജംപ്, ജെറ്റ്, ജഗ്, ജോയ്, ജീപ്പ് പറയുമ്പോൾ ആൽഫബറ്റ് ജെ ആണ്, പക്ഷെ ജ് സൗണ്ടാണ്. നെക്സ്റ്റ് വൺ കെയ്. നമ്മൾ ജെയ് പറഞ്ഞ പോലെ തന്നെയാണ് കെയ്. അങ്ങനെയാണ് കേട്ടോ. കെയ്. കെ അല്ല, കെയ്. കിങ്, കൈറ്റ്, കീപ്, ക്യുവി ഇതെല്ലാം ക് സൗണ്ടാണ് അല്ലേ? കെ എന്ന് പറയുമ്പോൾ ക് സൗണ്ട്. സി എന്ന് പറഞ്ഞപ്പോഴും ക് സൗണ്ട് വന്നു. പക്ഷെ നിങ്ങൾ അവിടെ സ്പെല്ലിംഗ് നോക്കാം. ഓക്കെ, കെ എന്ന് പറയുമ്പോൾ ക് സൗണ്ട് തന്നെയാണ്, പക്ഷെ സ്പെല്ലിങ്ങിൽ കെ ആണ് വന്നേക്കുന്നത്. അത് അങ്ങനെയും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. സ്പെല്ലിങ്ങും നോക്കണം, പ്ലസ് നിങ്ങളുടെ സൗണ്ടും നോക്കണം. ഓക്കെ, സിയും കെയും ക് സൗണ്ട് യൂസ് ചെയ്ത് പറയും. അപ്പോൾ ഇവിടെ സ്പെല്ലിംഗ് നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു അത് മനസ്സിലാക്കേണ്ടത്. കിങ്, കൈറ്റ്, കീപ്പ്, ക്യുവി ഇതെല്ലാം ക് സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വൺ എൽ ആണ്. എൽ എന്ന് പറയുമ്പോൾ ല് സൗണ്ട്. നോക്കിക്കേ, ലയൺ, ലിറ്റിൽ, ലാംപ്, ലാർജ്, ലവ് ഇതെല്ലാം ല് സൗണ്ടാണ് അല്ലേ? എൽ എന്ന് പറയുമ്പോൾ സൗണ്ട് യൂസ് ചെയ്യുന്നത് ല് ആണ്. ല്. നെക്സ്റ്റ് വൺ എം. എം നോക്കിയേ, മ സൗണ്ട്. മ, മാൻ, മിൽ, മോൾ, മിസ്, മെസ് ഇതൊക്കെ മ സൗണ്ടാണ് കേട്ടോ. എം എന്ന് പറഞ്ഞാൽ മ. മീ, മൈ എന്നൊക്കെ പറയുമ്പോൾ മ അല്ലേ? ആ, അപ്പോൾ എം എന്ന് പറയുമ്പോൾ മ സൗണ്ടാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ എൻ ആണ്. എന്നിൽ ന സൗണ്ട്. എമ്മിൽ മ സൗണ്ട്, എന്നിൽ ന സൗണ്ട്. നോ, നെക്സ്റ്റ്, നെസ്റ്റ്, നെയിം. കണ്ടോ? ഇതിലൊക്കെ ന സൗണ്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അടുത്തത് നോക്കാം. ഓ. അപ്പോൾ ഓ എന്നല്ല, ഓ എന്നുള്ള അങ്ങനെ അത് കൊടുക്കുക. ഓ. ഓക്കെ, അങ്ങനെ അത് പറയാം. അപ്പോൾ നോക്കാം. ഓൾ, ഓറഞ്ച്, ഓയിൽ, ഓസ്ട്രിച്ച് ഇതെല്ലാനും ഓ എന്നുള്ള അത് നമ്മൾ ശരിക്കും ഓ എന്നുള്ള അങ്ങനെയാക്കി പറയാൻ നോക്കാം. ഇനി അതിൽ യൂസ് ചെയ്തേക്കുന്നത് ഓ എന്നുള്ള ഓൾ, ഓറഞ്ച്, ഓയിൽ, ഓസ്ട്രിച്ച് ആ ഒരു ഓ എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ പറയാൻ നോക്കാം. നെക്സ്റ്റ് വൺ പി ആണ്. പിയിൽ പ് സൗണ്ട്. പെൻ, പെൻസിൽ, പെൻഗ്വിൻ, പീകോക്ക്, പാരറ്റ്, പെറ്റ്, പെറ്റൽസ് എല്ലാത്തിലും പ് സൗണ്ടാണ്. പി എന്നുള്ളതിൽ പ് സൗണ്ട്. അത് ഈസിയാണ്. നെക്സ്റ്റ് വൺ ക്യൂ. ക്യൂ എന്ന് പറയുമ്പോൾ ക്വീൻ,
ക്വിസ്, ക്വിക്ക്. കണ്ടോ? ക്യൂ എന്ന് പറയുമ്പോൾ ക്വ് എന്നുള്ള സൗണ്ടിൽ നമ്മൾ ക്യൂൻ എന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും ക്യൂൻ അങ്ങനെയല്ല, അത് ശരിക്കും ക്വീൻ എന്നാണ് കേട്ടോ. ക്വീൻ, ക്വിക്ക്, ക്വിസ്. കണ്ടോ ആ ഒരു വ്, ക്വീൻ, ആ ഒരു ഇത് വന്നം അതിൽ പറയുമ്പോൾ. ഓക്കെ, അങ്ങനെയാണ് ക്യൂ എന്ന് പറയുന്നതിൽ ഉള്ള സൗണ്ടിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. ആർ. ആറിൽ നോക്കിക്കേ, റ് സൗണ്ടാണ്. റാറ്റ്, റാബിറ്റ്, റെസ്റ്റ്, റീഡ്. കണ്ടോ? റ് സൗണ്ടാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വൺ എസ്. എസ്സിൽ നോക്കിക്കേ, സ് സൗണ്ട്. സിമ്പിൾ, സോറി, സില്ലി, സ്നേക്ക്. കണ്ടോ? ഇതെല്ലാനും സ് സൗണ്ടാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതും ഈസിയാണ്, നമ്മൾ കുറച്ച് അത് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ കിട്ടും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ടി. ട് സൗണ്ട്. ടി എന്ന് പറയുമ്പോൾ ട് സൗണ്ട്. ടേബിൾ, ടെന്നസ്, ടെൻ, ടെലിഫോൺ. അതും ഈസിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ക്യാപ്റ്റനൊക്കെ ട് എന്ന് പറഞ്ഞപ്പോൾ ടി അല്ലേ യൂസ് ചെയ്തേക്കുന്നത്, അതൊക്കെ തന്നെ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആണ്. യു ആണ്. യുയിൽ ആ സൗണ്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ? ആ. അംബ്രല്ല, അങ്കിൾ, അണ്ടർ എന്നൊക്കെ പറയുമ്പോൾ യു ആണ്, പക്ഷേ അവിടെ ഏത് സൗണ്ടാണ്? ആ. അപ്പോൾ യു വരുന്നുണ്ട്, പക്ഷേ ആ സൗണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മളെങ്ങനെയാണ്? അംബ്രല്ല, അങ്കിൾ, അണ്ടർ. കണ്ടോ? നമ്മളവിടെ എ അല്ല യു ആണ്, പക്ഷേ പ്രൊനൗൺസിയേഷനിൽ വരുമ്പോൾ ആ സൗണ്ട് തന്നെ യൂസ് ചെയ്യണം. അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ആൽഫബറ്റ് ആണ്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, വി. അറിയാം, വ് സൗണ്ട്. വാൻ, വെരി, വേരിയസ്. അത് ഈസിയാണ്. നെക്സ്റ്റ് വൺ നോക്കണം, വ്. അതായത് ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറയുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ. അത് ഡബ്ല്യു ആണ് കേട്ടോ. രണ്ട് യു ചേരുമ്പോഴല്ലേ ഇങ്ങനെയാവുന്നത്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അപ്പോൾ ഡബ്ല്യു ആണത്. അപ്പോൾ ഡബ്ല്യു എന്ന് പറയുമ്പോൾ വ് സൗണ്ടാണ്. നമ്മുടെ ആദ്യം പറഞ്ഞ വി ഉണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ വിക്ക് ഒരു സ്ട്രെസ് കൊടുക്കുന്നതാണ്. കണ്ടോ? വി എന്നുള്ളതിൻ്റെ ഒരു ഇച്ചിരി സ്ട്രെസ്ഡ് ആയിട്ട് പറയുമ്പോഴാണ്, സ്ട്രെസ് കൊടുത്ത് പറയുന്നതാണ് വ്. വാട്ടർ, വാച്ച്, വിച്ച്, വാട്ട്. കണ്ടോ? ഒരു വ് കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ട് പറയാം. സോ അതിനെയാണ് എന്ത് പറയുന്നത്, ഡബ്ല്യു വെച്ച് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് വ് സൗണ്ടിൽ വരുന്നത്. നെക്സ്റ്റ് വൺ എക്സ്. കണ്ടോ? എക്സ്, എക്സ്. ഓക്കെ, അങ്ങനെയാണത്. അപ്പം നോക്കിയേ, എക്സ്റേ, ബോക്സ്, ഫോക്സ്. കണ്ടോ? ആ ഒരു സൗണ്ട് അതിൽ വേണം, എക്സ്. ഓക്കെ, ഇവിടെയാണ് എക്സ് വരുന്നത്. എക്സ്റേ, എക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് അധികം ഇല്ല. സോ അതുകൊണ്ട് ഞാൻ എക്സ് എന്തെങ്കിലും വരുന്ന രണ്ട് വേർഡ്സ് യൂസ് ആണ് ചെയ്തേക്കുന്നത്, ബോക്സും ഫോക്സും. നെക്സ്റ്റ് വൺ വൈ. വൈയുടെ സൗണ്ട് ഏതാണ്? വൈയിൽ യ സൗണ്ടാണ്. യു, യുവർ, യെസ്, യാക്ക്, യോക്ക്. അപ്പോൾ ഇവിടെയെല്ലാം യ എന്ന് പറയുമ്പോൾ വൈ. ഓക്കെ, വൈ ആണെങ്കിൽ അവർക്ക് അത് യ സൗണ്ട്. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഇസ് സെഡ്. എങ്ങനെയാ പറയാ? സെഡ്. അല്ലെങ്കിൽ സി എന്ന് പറഞ്ഞാലും അത് സെഡ് തന്നെയാണ്. സെഡ് കണ്ടാലും, അതായത് സി എന്ന് കണ്ടാലും സി എന്ന് പറഞ്ഞാലും അവർക്ക് അത് സെഡിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, സെബ്ര, സൂ. കണ്ട ആ ഒരു സ് അല്ല സ് ആയത്, സൂ, സെബ്ര. ഓക്കെ, അപ്പോൾ ഇതാണ് സ സൗണ്ടിൽ വരുന്നത്, അല്ലെങ്കിൽ സി സൗണ്ടിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു ഫോണിക്സ് കുറച്ചൊക്കെ ഐഡിയ കിട്ടിയെന്ന്. ഇത്രയേ ഉള്ളൂ ഫോണിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടൊന്നുമില്ല. നമ്മുടെ കുട്ടികൾ ചെറുപ്പത്തിലേ പഠിക്കുന്ന കാര്യമാണ്. നമുക്കും ഈസിലി പഠിച്ചെടുക്കാം. ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് സംശയം വരും, കാരണം ചില എക്സെപ്ഷൻസ് ഉണ്ട്. ചിലത് നമുക്ക് ഇപ്പോൾ ഐസ്ക്രീം എന്ന് പറയുമ്പോഴും തന്നെ ഐ സൗണ്ടാണ്, പക്ഷെ ഇങ്ക് അവിടെയും ഐ തന്നെയാണ് സ്റ്റാർട്ടിങ്. ചില കേസസിൽ ഡിഫറൻസ് വരും. അതെന്ന് പറഞ്ഞാൽ ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അത് വെച്ചൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പക്ഷേ നമ്മളുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ
ഫോണിക്സ് എന്ന് പറഞ്ഞ് ഇത്രയുമൊക്കെ അവർക്കൊരു മനസ്സിലാക്കി കൊടുത്താൽ ഇവർക്ക് ഒരുപാട് വേർഡ്സ് വായിക്കാനും അതേപോലെ തന്നെ എഴുതാനൊക്കെ പറ്റും. ഡിക്റ്റേഷനൊക്കെ എടുക്കുമ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരുപാട് വേർഡ്സ് നമുക്ക് എഴുതുമ്പോൾ ശരിയാക്കാനായിട്ട് പറ്റും. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല, ഭയങ്കര എളുപ്പമാണ്. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. See you on next video. Bye.